നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പ്രണയപ്പകയുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതായത് യുവതിയെ അതിക്രൂരമായിട്ട് ആക്രമിച്ച യുവാവിന്റെ വാർത്തകൾ പുറത്തുവരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യുവതിക്കെതിരെയാണ് 30-കാരിയായിട്ടുള്ള യുവതിക്കെതിരെയാണ് ആൺ സുഹൃത്തിന്റെ ആക്രമണം എന്നുള്ളതാണ് വിവരങ്ങൾ. യുവതി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൺ സുഹൃത്ത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. അതിനുശേഷം യുവതിക്കെതിരെ അതിക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ അതിഗുരുതരമായി വെട്ടേറ്റ് പരിക്കേറ്റ യുവതി ചികിത്സയിൽ തുടരുകയാണ്. ആലപ്പുഴയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. ആലപ്പുഴ താമരക്കുളം പറയിൻകുളത്ത് നാടിന് നൽകിയിട്ടുള്ള ഒരു പ്രതികാരം അല്ലെങ്കിൽ പ്രണയപ്പക അത് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പറയിൻകുളം സ്വദേശിയായിട്ടുള്ള ഷബാന എന്ന് പറയുന്ന 30-കാരിയെയാണ് ഇത്തരത്തിൽ യുവാവ് അതിക്രൂരമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യുവതിയെ ചികിത്സയ്ക്കായി എത്തിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ പ്രതിയായ ഹരിപ്പാട് മുതുകുളം സ്വദേശി ശരത് കൃഷ്ണനെ പോലീസ് നിലവിൽ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് ഇത്തരത്തിൽ നാടിന് നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു യുവതി. ഈ സമയത്താണ് ഷബാനയെ തേടി ശരത് കൃഷ്ണ അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആയുധമെടുത്ത് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. ആക്രമണത്തിന് ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. വെട്ടേറ്റ് ചോരവാർന്ന് വീണ ഷബാനയുടെ നിലവിൽ കേട്ടെത്തിയ വീട്ടുകാരും അയൽവാസികളും ചേർന്നാണ് ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ 6 വർഷമായി ഷബാനയും ശരത്തും തമ്മിൽ പ്രണയമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി യുവതിക്ക് മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടോ എന്നുള്ള വിവരങ്ങൾ സംശയങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ യുവാവ് ദേഷ്യത്തിലായതും ഈ പറയുന്ന അതിക്രമങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ആക്രമണത്തിൽ ഇപ്പോൾ പോലീസ് ശരത്തിന്റെ മൊഴി എടുത്തിരിക്കുകയാണ്. ആക്രമണത്തിന് ശേഷം യുവാവ് ഒളിവിൽ പോയെങ്കിലും പോലീസിന്റെ ഊർജിതമായിട്ടുള്ള തിരച്ചിലിനൊടുവിൽ അയാൾ പോലീസിന് മുന്നിൽ എത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ലൊക്കേഷൻ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് ശരത്ത് പോലീസിന്റെ പിടിയിലായത്. ഇയാളെ നിലവിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും പ്രണയപ്പക എന്ന് പറയുന്നത് അത് എത്രമാത്രം ഈ നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിരന്തരമായിട്ട് ഇത്തരത്തിൽ പ്രണയത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ തന്നെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും കഴിഞ്ഞ ദിവസം പരസ്പരം സ്നേഹത്തിലായവരാണെങ്കിൽ പോലും ഒരാൾക്ക് വേണ്ട എന്നുള്ളതാണെങ്കിൽ അത് വേണ്ട എന്നാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പാർട്ട്ണറിനെ പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നതിന് പകരം എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട എന്നുള്ള തരത്തിലേക്ക് അതിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ചിന്താഗതികളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ഒരു ശാന്തത നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. എന്തായാലും ഓരോ ആളുകളും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തണം. നമ്മളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ബാധിക്കുന്നത് എന്നുള്ളത്. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ യുവതിയെ മാത്രമല്ല അവരുടെ ബന്ധുക്കളെയും അവരുടെ ഈ ആക്രമണം നടത്തിയിട്ടുള്ള ശരത്തിന്റെ ബന്ധുക്കളെയും ഒക്കെ തന്നെ തളർത്തുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഒരു പ്രണയപ്പകയുടെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.